വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തെ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം കണ്ടില്ല എന്നടിച്ചു. അതിനുശേഷം ലാത്തി കൊണ്ടും പെല്ലറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് കൊണ്ടും ജലപീരങ്കി കൊണ്ടും നേരിട്ടു. ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ പോലീസിന്റെ അതിക്രൂരമായ നടപടികൾ അരങ്ങേറി. ഓരോ അടി ഉയരുമ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരാണ് ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. 34 ദിവസം നീണ്ടുനിന്ന സമരം. ആ സമരത്തിന്റെ അന്തിമഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുട്ടുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നതിനെ തുടർന്ന് രാജ്യത്തെമ്പാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വൻപിച്ച വിദ്യാർത്ഥി കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ സമരത്തിന് ആക്കം പകരുകയാണ് ഉണ്ടായിട്ടുള്ളത്. 3 ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ എംപിമാരും നടത്തിയിട്ടുള്ള സമരം ഈ രാജ്യമാകെ ശ്രദ്ധേയമായ സമരമായിരുന്നു. ആ സമരത്തെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് വീണ്ടും വിചാരമുണ്ടായി ഇതിവിടെ അവസാനിക്കുകയില്ല എന്ന്. വിദ്യാർത്ഥികളുടെ സമരം കൂടുതൽ ഉജ്ജ്വലമാക്കി മാറ്റിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എംപിമാരെയും റോഡിലൂടെ വലിച്ചിഴച്ച് രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിനും നേരെ ഒരു ഗവൺമെന്റും സ്വീകരിക്കാത്ത നടപടി സ്വീകരിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.